തൃശൂർ കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പി. മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ നിർണായക വെളിപ്പെടുത്തലിൽ ബി.ജെ.പി. ഓഫീസിൽ നിന്ന് 1.5 കോടി രൂപയുടെ കള്ളപ്പണം കടത്തിക്കൊണ്ടുപോയെന്ന് പറയുന്ന ബി.ജെ.പി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിൽ നിന്നും അന്വേഷണ സംഘം തിങ്കളാഴ്ച മൊഴി രേഖപ്പെടുത്തും. ഇതിനായുള്ള നോട്ടീസ് അനീഷ് കുമാറിന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൈമാറും. അതേസമയം തിരൂർ സതീഷിന്റെ രഹസ്യമൊഴി കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അടുത്തയാഴ്ച രേഖപ്പെടുത്തിയേക്കും. കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും ബി.ജെ.പി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ, ജില്ലാ ട്രഷറർ സുജയ് സേനൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹരി എന്നിവരെയും പ്രതിക്കൂട്ടിലാക്കുന്ന നിർണായക വെളിപ്പെടുത്തലുകളാണ് ബി.ജെ.പി. തൃശൂർ ജില്ലാ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ നടത്തിയത്. ബി.ജെ.പി. ഓഫീസിൽ നിന്ന് 1.5 കോടി രൂപ ചാക്കുകെട്ടിൽ കൊണ്ടുപോയെന്ന് സതീഷ് മൊഴി നൽകിയ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിനെ തിങ്കളാഴ്ച വിളിച്ചുവരുത്തി അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തും. ഇതിനായുള്ള നോട്ടീസ് അന്വേഷണ സംഘം ഉടൻ കൈമാറും. കുഴൽപ്പണ കേസിൽ ആരോപണ വിധേയരായ ബി.ജെ.പി. ജില്ലാ ട്രഷറർ സുജയ് സേനൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹരി എന്നിവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. കൂടാതെ തിരൂർ സതീഷ് മൊഴിക്കൊപ്പം നൽകിയ തെളിവുകളുടെയും രേഖകളുടെയും വിശദമായ പരിശോധനയും അന്വേഷണവും ACP VK രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ആരംഭിച്ചിട്ടുണ്ട്. മൊഴിയിൽ പ്രതിപാദിച്ചിട്ടുള്ള ബി.ജെ.പി. നേതാക്കൾ വാങ്ങിയിട്ടുള്ള വസ്തുവകകൾ, വാഹനങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. അതേസമയം തിരൂർ സതീഷിൻ്റെ രഹസ്യമൊഴി കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അടുത്തയാഴ്ച രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. സതീഷിൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അന്വേഷണത്തിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് പോകുമെന്നും അന്വേഷണ സംഘം പറയുന്നു. സുനിൽ അരുമാനൂർ, കൈരളി ന്യൂസ്, തൃശൂർ.